ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ കൈയൊന്ന് പൊക്കി പിടിച്ച് ഇങ്ങനെ എന്നിട്ട് വീശിക്ക്. ഹല്ലേലൂയ. സ്ഥലം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിനെ ഇതൊക്കെ നോക്കിയ സ്ഥലം ഇതൊക്കെ നോക്ക്. ശരിക്കും പറഞ്ഞാൽ അല്ലേ, കേരളത്തിൽ അട്ടപ്പാടി പോലെ തന്നെ ഇത് നാഷ്വില്ലയിലുള്ള കർത്താവിൻ്റെ ദാസരുടെ ചെറിയൊരു സെൻ്ററാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ജോൺ പോൾ ബ്രദർ, ഐനിഷ് ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് യുവജനങ്ങൾക്കും ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പവർഫുൾ ടീമാണ് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം നോക്കി എന്തുമാത്രം ദൈവരാജ്യ ശുശ്രൂഷകളാണ് നടക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ സാക്ഷ്യം വായിക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹബഹുമാനപ്പെട്ട വിനോദിച്ച, എൻ്റെ പേര് വിനു എന്നാണ്. 15 വർഷമായിട്ട് ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുന്നു. 2021 മുതൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും പലർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുൾ ഫാമിലി. എൻ്റെ മകന് വേണ്ടിയിട്ട് ഈശോ ചെയ്ത വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷി എഴുതുന്നത്. ഏകദേശം 3 വർഷത്തോളം വിദേശത്ത് ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിച്ചു വരികയായിരുന്നു. കാനഡയിൽ പോകാൻ വേണ്ടി ആദ്യം നോക്കി 4 തവണ അതിനുള്ള എക്സാമുകൾ എഴുതി എപ്പോഴും ഒരു പേപ്പർ വീഴും പോകും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഓരോ ചാൻസുകൾ ഞാൻ പോയിക്കൊണ്ടേ. അതിനുശേഷം മാൾട്ടയ്ക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തു. 1 വർഷം കാത്തിട്ട് അത് നടന്നില്ല. എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ കുറവിലങ്ങാട് 2ാം വേള ശുശ്രൂഷയിൽ പങ്കെടുക്കാമെന്ന്. കഴിഞ്ഞ വർഷം ആ ശുശ്രൂഷയിൽ മകനും ജീവിത പങ്കാളിയും സഹോദരന്മാരുടെ ഭാര്യമാരും കൂടി പങ്കെടുത്തു. മറ്റേ ചേട്ടൻ അവിടെയാണല്ലോ, ഖത്തറിലാണല്ലോ. ഞാൻ എപ്പോഴും മകനോട് ഒരു വചനം പറയുമായിരുന്നു, റോമ 9:10, മനുഷ്യൻ്റെ ആഗ്രഹമായ പ്രയത്നമല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന്. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാത്തിൻ്റെ തടസ്സമാണെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഒരു ബ്ലെസ്സിങ് കൊടുത്തു, ദൈവം അനുഗ്രഹിച്ചു. 3 മാസത്തിനുള്ളിൽ UK പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. എന്നിട്ട് സെപ്റ്റംബർ മാസം ഉപരിപഠനത്തിനായി അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞെന്നൊക്കെ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ സുഖമായിരിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. ഓക്കെ, ഈശോ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഖത്തറിലെ ശുശ്രൂഷകളൊക്കെ സംബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. അതാണ് എനിക്ക് നല്ല വിശ്വാസമാണ്. ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിന് വരാം, പുരോഹിതൻ്റെ ആശീർവാദത്തിൻ്റെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിലെത്തും. അതാണ്. അപ്പോൾ തടസ്സങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാറും. വിശ്വാസം ഇല്ലാത്തവർക്ക് അവരവരെ വിളിക്ക് പോട്ടെ. നിങ്ങൾ വിശ്വാസമുള്ളവർ നന്നായിട്ട് പിടിച്ചു തന്നു കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാസ്തവത്തിൽ ഞാൻ ഓർക്കാണ് എന്ത് വലിയ. പിന്നെ നിങ്ങളെല്ലാവരെയും എപ്പോഴെങ്കിലുമൊക്കെ കുറവിലങ്ങാട് നിങ്ങളൊന്ന് വരണം കേട്ടോ. കുറവിലങ്ങാട് നിങ്ങൾക്കറിയാം, പിന്നെ വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട അല്ലേ, അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അത് 2ാം വെള്ളിയാഴ്ചയാണ്. ഇപ്പം ഈ മാസം നമുക്ക് വരുന്ന ജൂൺ മാസം 14-ാം തീയതി കേട്ടോ. ഓർമ്മയെക്കുറിച്ച് വെച്ചോ. 8-ാം തീയതിയാണ് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. അത് കുറവിലങ്ങാട് PDM സെൻറ്ററിൽ 8-ാം തീയതി എല്ലാ യുവജനങ്ങളെയും ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് നടത്താൻ പറ്റിയില്ല, ഇപ്രാവശ്യം ഉറപ്പായിട്ടുണ്ട്. വേഗം വിളിച്ച് ബുക്ക് ചെയ്തു കേട്ടോ. പിന്നെ 2ാം വെള്ളിക്ക് ബുക്കിംഗ് ഒന്നുമില്ല, എത്ര വേണമെങ്കിൽ പറഞ്ഞാൽ അത് പള്ളിയിൽ വരാം. പ്രൈസ് അല്ലോ. എൻ്റെ സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്, എന്താണ് നമ്മുടെ നാവിൽ എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ കൊച്ചു വായെടുത്താൽ അല്ലേ, ചിലപ്പോൾ അങ്ങനെ പറയും. അപ്പം നുണയായിരിക്കാം പറയുന്നത്. അല്ലെങ്കിൽ ചില ഇത് വായെടുത്താൽ ഇത് മാത്രമേ പറയാനുള്ളൂ അല്ലേ, ചിലപ്പോൾ കുറ്റമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും അവിടെയാണ് 2 സാമുവേൽ ചാപ്റ്റർ 23:2, 2 സാമുവേൽ 23:2. സൂപ്പർ വചനമാണ്, കാണാതെ പിടിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ദാവീദ് മഹാരാജാവ് പറയാം, ദാവീദിൻ്റെ അന്തിമ വചസ്സുകൾ എന്നാണ് എൻ്റെ തലക്കെട്ട്. അവിടെ പറയാണ്, അതായത് കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യാണ്, അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. അതുകൊണ്ട് നമ്മുടെ നാവിൽ എപ്പോഴും വരേണ്ട ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫുൾ ടൈം ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളതല്ല. പിന്നെയോ നമ്മുടെ ഏത് സംസാരവും വചനം കീപ്പ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള സംസാരങ്ങളായിരിക്കും. അതാണ് എൻ്റെ അർത്ഥം. വചനം പാലിക്കുന്ന സംസാരങ്ങളായിരിക്കും. അല്ലാതെ ഫുൾ ടൈം വചനം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല. ഒരു കാര്യം പറയുമ്പോഴും നമ്മളെ കാര്യമാണ് പറയുന്നതിനും അതിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനം ഒരു വചനമായിരിക്കും. പറയുന്നത് കാര്യം, പക്ഷേ അതിൻ്റെ ഫോഴ്സ് എന്താണ്, അടിയിൽ നിന്ന് എവിടുന്ന് വരുന്നു വചനം. അതാണ് ഈ PDV എന്ന് പറഞ്ഞ പാസ്റ്റോറസ് ദാബോ ഓബിസ്, പിന്നെ വൈദിക പരിശീലനത്തെക്കുറിച്ച് ചാക്രിലേനത്തിൽ പറയുകയാണ്, അവർ ഹാർട്ട് മസ്റ്റ് ബി ദ ടെർമിനസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടെർമിനലിൽ ഒരു ഫ്ലൈറ്റ് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും അടുത്ത ഫ്ലൈറ്റ് റെഡിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു വചനം വരുമ്പോഴത്തേക്കും അടുത്ത വചനം, ഒരു വചനം അടുത്ത, അതുപോലെ വചനം. അപ്പോൾ ഉള്ള മെച്ചമാണ്. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക്, കുഞ്ഞുങ്ങളെ ഹോംവർക്ക്, സുഭാഷിതങ്ങൾ 16-ലൊരു വചനമുണ്ട്, തപ്പി കണ്ടുപിടിച്ചിട്ട് എന്നോട് പറയണം കേട്ടോ. അതിനെന്താണ്, രാജാവിൻ്റെ നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളുന്നു. അപ്പോൾ രാജാവിനെ സംബന്ധിച്ചോ, ദാവീദിനെ സംബന്ധിച്ചോ, സോളമനെ സംബന്ധിച്ചോ വചനമാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നതിനകത്തെല്ലാം ദൈവനിശ്ചയം. വിധിക്കുമ്പോൾ തെറ്റ് പറ്റിയാൽ ഇപ്പം കൺഫ്യൂഷനാണ്, അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം. വചന ഹൃദയത്തിലുണ്ടെങ്കിൽ നോ കൺഫ്യൂഷൻ. കാരണം അത് വചനമുള്ള ദൈവം നിശ്ചയമല്ലേ.
അത് അങ്ങനെയാവോ ഇങ്ങനെയാണെന്നല്ല, അങ്ങനെ തന്നെയാണ്. ചുരുക്കം പറഞ്ഞപ്പോൾ എന്താ മാർഗമുള്ളൂ? ബൈബിൾ വായിക്കുക. അങ്ങനെ അല്ലേ വചനം നമ്മുടെ ഹൃദയത്തിൽ ധാരാളം വരട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ സഹോദരങ്ങളെ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനി ബ്ലെസ്സിങ് തരാം. സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഇപ്പോൾ കർത്താവെ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇപ്പോൾ ഈ ആശീർവാദം കൊടുക്കുമ്പോൾ കർത്താവെ, ഈ ദേശത്തു നിന്ന് ആശീർവാദം കൊടുക്കുമ്പോൾ കർത്താവ് ഇപ്പോൾ ഈ ആശീർവാദത്തിൻ്റെ പരിസരത്ത് ആരൊക്കെ ഉണ്ടോ അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയട്ടെ കർത്താവ്. ഒപ്പം തന്നെ കർത്താവ് ടോക്ക് കേട്ട് ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയട്ടെ. ഈ രണ്ട് വചനങ്ങൾ കീപ്പ് ചെയ്യാനുള്ള പ്രത്യേക പവറും കൃപയും നിറയട്ടെ കർത്താവ്. വചനം നാവിൽ തുറന്ന വചനം അതുപോലെ തന്നെ അഭിഷേകം നിറയട്ടെ കർത്താവ്. അതുപോലെ തന്നെ കർത്താവായ ദൈവം നേരിട്ട് ഒരു ബ്ലെസ്സിങ് മേടിക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ കർത്താവ് ഒരു ബ്ലെസ്സിങ് ആഗ്രഹിക്കുകയാണ്. നാളുകളായിട്ട് തടസ്സം 2 തെസ്സലോനിക്ക ലേഖനത്തിൽ വചനമുണ്ടല്ലോ, പിശാച് തടസ്സം ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന തടസ്സം വിട്ടുപോട്ടെ. ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.